ചാക്കോ പറഞ്ഞ ആ പോയിന്റ് നിലനിൽക്കുന്നതാണോ? പ്രത്യേകിച്ച് ഡോക്ടറുടെ മൊഴിയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും തമ്മിൽ പരസ്പര വൈരുദ്ധ്യമുള്ളപ്പോൾ. ലീഗലായിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആക്സെപ്റ്റ് ചെയ്തോട്ടെ, പക്ഷേ ഡോക്ടറുടെ മൊഴിയും പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റും തമ്മിലുള്ള പരസ്പര വൈരുദ്ധ്യം തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പോയിന്റാണ് സർ. സോ യു ആർ ഇൻ ദ ഗെയിം. പ്രൊസീഡ് ചെയ്യാൻ തീരുമാനിച്ചു അല്ലേ? അതെ സർ. പ്രത്യേകിച്ച് ഇന്നലെ രാത്രി നടന്ന സംഭവം. ദാറ്റ് ഹാസ് ആക്സലറേറ്റഡ് മൈ ഡൗട്ട്സ് ഇൻ ദിസ് കേസ്. പോലീസുകാരനാവുമ്പോൾ പല വിരോധങ്ങളും ഉണ്ടാവില്ലേ? ഉണ്ടാവാം സർ, പക്ഷേ ഈ പ്രത്യേക സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ മറ്റൊരു തരത്തിലാവാൻ വഴിയില്ല. വെൽ ദെൻ യു പ്രൊസീഡ്. യെസ് സർ. സേതുവിനെ അസിസ്റ്റ് ചെയ്യാൻ വേറെ ആര് വേണം കൂടെ? ഐ പ്രിഫർ സർക്കിൾ ഇൻസ്പെക്ടർ ഹാരി ആൻഡ് സബ് ഇൻസ്പെക്ടർ വിക്രം. ഓക്കെ, സെൻഡ് ഹാരി ആൻഡ് വിക്രം. അവിടുത്തെ DIG എന്റെ പഴയ സുഹൃത്താ. നിങ്ങൾ ആദ്യം അദ്ദേഹത്തെ മീറ്റ് ചെയ്യണം. ഹി വിൽ ഡു ദി നീഡ്ഫുൾ. സർ. Vikram, Harry. Yes, sir. Sedu wants you to assist him in this case. What do you say? With pleasure, sir. Sedu, please carry on. Thank you, sir. Now, this is your property. ഈ കേസിനെ സംബന്ധിച്ചുള്ള എല്ലാ റെക്കോർഡ്സും ഇതിലുണ്ട്. CBI ഈ കേസിൽ ഇടപെടുന്നത് ഒരിക്കലും ലോക്കൽ പോലീസിന് രുചിക്കുന്ന ഒരു ഏർപ്പാടല്ല എന്നെനിക്കറിയാം. എന്നാലും ഉത്തരവാദിത്തപ്പെട്ട ഓഫീസേഴ്സ് എന്ന നിലയ്ക്ക് എനിക്കും എന്റെ സഹപ്രവർത്തകർക്കും ആ ജോലി ഭംഗിയായി പൂർത്തിയാക്കണമെന്നുണ്ട്. അതിന് സാറിന്റെ പരിപൂർണ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. Of course, I will do my best. താങ്ക് യു സർ. ഇത് മിസ്റ്റർ ദേവദാസ്. ഇത് CBI DSP മിസ്റ്റർ സേതുരാമയ്യർ. സ്വാമിയാണല്ലേ? അവിടെ ഇടൂ. ഫൈൻ, താങ്ക് യു. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് വൈകുന്നേരം 3 മണിക്ക് കുമാരപുരം പഞ്ചായത്തിന്റെയും കേരള ആരോഗ്യ വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന മലമ്പനി നിരോധന പ്രചരണ വാരം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നതാണ്. നിങ്ങളുടെ രക്തം പരിശോധിക്കുക, മലമ്പനി തടയുക. നാളെ മുതൽ ഒരാഴ്ച കാലത്തേക്ക് ഹെൽത്ത് സർവീസ് ഉദ്യോഗസ്ഥന്മാർ കുമാരപുരം പഞ്ചായത്തിൽ വീടുകളിൽ രക്തം പരിശോധന നടത്തുന്നതായിരിക്കും. നാട്ടുകാരെ, നിങ്ങൾ ദയവായി സഹകരിക്കുക. നിങ്ങളുടെ രക്തം പരിശോധനയ്ക്ക് വിധേയമാക്കുക. ഏതൊക്കെയാ മുറികള്? ഒന്ന് ഇതാണ് സാർ, ഒന്ന് മോളില്. വിക്രം, ഇതിങ്ങിതാ, ഇതങ്ങ് മേളിൽ കൊണ്ടു. CBI ഗസ്റ്റ് ഹൗസിൽ താമസമാക്കി ഇറങ്ങിയ പിന്നെ അപ്പച്ചന് വല്ലാത്തൊരു ഭയം. എന്തിനാ ഭയപ്പെടുന്നത്? അവരെത്ര ചോദിച്ചാലും നിങ്ങൾ നിങ്ങളുടെ മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കണം. ഉറച്ചു നിന്നാൽ അവർക്കൊരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല. സാമ്പാർ സാധനം തൈര് സാധനം തിന്നുന്നവനെയൊക്കെ മർഡർ കേസ് അന്വേഷിക്കാൻ വിട്ടാൽ വല്ലതും നടക്കുവോ? സാറ് അവരെ കണ്ടോ? ഉവ്വ കണ്ടു, പരിചയപ്പെട്ടു. DIGയുടെ ഓഫീസിൽ വെച്ച്. സണ്ണി അകത്തുണ്ട്, അങ്ങോട്ട് കൊടുത്തേക്ക്. എങ്ങനെയുണ്ടായിരുന്നു കച്ചവടം? തരക്കേടില്ലായിരുന്നു. എന്നാ ഞാൻ പോട്ടെ. ശരി, ഞാൻ ഇറങ്ങുന്നു. താനിക്ക് വന്ന്. അപ്പോഴേ താൻ ആ ബാക്കിയൊന്നും ഏർപ്പാട് ചെയ്ത് തരണം. ഇന്നാള് തന്നല്ലേ? തന്നു, ഇനിയും തരണം. ഇതിനങ്ങനെ റേറ്റ് ഒന്നുമില്ല. ഇതിനൊരു അവസാനമില്ലേ? എനിക്ക് വയ്യ അവസരത്തിനോട് പറയാം. അതൊന്നും പറഞ്ഞാൽ നടപ്പില്ല. എനിക്ക് നാളെ ഉച്ചയ്ക്ക് മുമ്പ് കിട്ടണം. പിന്നെ കൊലപാതകം ആത്മഹത്യയാക്കാനും ആത്മഹത്യ കൊലപാതകമാക്കാനും എനിക്ക് കഴിയും. ഏതായാലും നാളെ ഉച്ചയ്ക്ക് ഞാൻ തന്നെ വിളിക്കും. എന്നെ വിളിക്കണ്ട, തന്നെ മാത്രമേ വിളിക്കൂ. വണ്ടി ഇടറോ? എന്താടോ? ഒന്നുമില്ല. എനിക്കറിയാവശ്യപ്പെട്ട അയാൾ എന്താ പറഞ്ഞതെന്ന്. അയാൾ മെയിൻ റോഡിൽ 10 സെന്റ് സ്ഥലവും ഒരു ബിൽഡിംഗും വാങ്ങിക്കാൻ കരാർ ഉറപ്പിച്ചിട്ടുണ്ട്. അതിന്റെ പേയ്മെന്റ് അടുത്ത് കാണും. ഞാനും ഇറങ്ങുക. അപ്പോഴേ ഔസേപ്പച്ച, എന്റെ അംബാസഡർ പണി കഴിഞ്ഞ് വർഷാപ്പിൽ കിടക്കുക. അയാൾ ഇന്നും വിളിച്ചിരുന്നു. എനിക്ക് അല്പം സാവകാശം തരേണ്ട അലക്സേ, ഞാൻ ചെയ്യാം. എന്ന് പറഞ്ഞാൽ എങ്ങനെ ഔസേപ്പച്ച? ഞാൻ രാവിലെ മോനെ ഓഫീസിലോട്ട് അയക്കും. എടോ താങ്കൂടെ വാ, എന്നെ ഒന്ന് വീട്ടിലോട്ട് ഡ്രോപ്പ് ചെയ്തേക്ക്.
ചെല്ലേ. ശല്യം. ആ എസ്റ്റേറ്റ് വാങ്ങാൻ വരാമെന്ന് പറഞ്ഞവന്മാരെ കണ്ടില്ലല്ലോ. നാളെ നീ ഇവനും കൂടെ അവിടെ വരെ ഒന്ന് പോണം. അന്ന് നമ്മൾ പറഞ്ഞ എമൗണ്ടിൽ നിന്ന് കുറച്ച് കുറഞ്ഞാലും വേണ്ടി. എന്തിനാ അപ്പച്ച അങ്ങനെ വെക്കുന്നത്? ആവശ്യക്കാർ ഇങ്ങോട്ട് വരട്ടെ. നിന്നോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? നീ ഒരുത്തം കാരണമാ. ജോണിക്കുട്ടി, നീ അവിടെ പോയി അതിനുള്ള ഏർപ്പാടുണ്ടാക്കണം. അസലായിരിക്കുന്നു ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും എന്ന് തന്നെ മതി അല്ലേ വിക്രം? അതെ അതെ. എന്നും ഇത് മതിയെന്ന് അദ്ദേഹം പറയും. പക്ഷെ ഞാൻ കൊല്ലോ ഇച്ചിരി കടിച്ചു പറിക്കണം. കടിച്ചു പറിക്കാൻ എടോ ഇച്ചിരി മീൻ ഇറച്ചി വേണം. വിക്രം, വിക്രം, നാളെ നമ്മുടെ ജോലി ആരംഭിക്കണം. ഐ വിൽ എക്സ്പ്ലെയിൻ ദ മോഡസ് ഓപ്പറാൻഡി. അതായത് നമ്മൾ ഈ കേസ് അന്വേഷിക്കുന്നത് 3 സ്റ്റേജുകളിലായിട്ടായിരിക്കണം. ആദ്യമായിട്ട് നമുക്ക് അന്വേഷിക്കേണ്ടത് ക്രൈം 25/86 ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജിൽ ഏതെങ്കിലും വിധത്തിലുള്ള കറപ്ഷൻ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ CBI കേസ് അന്വേഷിക്കുന്നതിൽ പ്രസക്തിയുള്ളൂ. അന്വേഷണത്തിന്റെ 2ാം ഘട്ടം ഓമനയുടെ മരണം കൊലപാതകമാണോ അതോ ആത്മഹത്യയാണോ എന്നുള്ളതാണ്. ആത്മഹത്യയാണെങ്കിൽ നമ്മുടെ ജോലി എളുപ്പം തീരും. മറിച്ച് കൊലപാതകമാണെങ്കിൽ നമ്മുടെ യഥാർത്ഥത്തിലുള്ള തലവേദന ആരംഭിക്കാൻ പോകുന്നത് അപ്പോഴാണ്. അവിടെ നമ്മുടെ അന്വേഷണത്തിന്റെ 3ാം ഘട്ടം ആരംഭിക്കും. നമുക്ക് കിട്ടിയിട്ടുള്ള പോലീസിന്റെ കേസ് ഡയറിയെന്ന് ഏറെ ഒന്നും പ്രതീക്ഷിക്കണ്ട. ഏത് കേസും വളച്ചൊടിക്കാൻ മിടുക്കന്മാരായ സാറന്മാരാണ് ഈ കേസും അന്വേഷിച്ച് റെഫർ ചെയ്തിരിക്കുന്നത്. എനിക്ക് തലവേദന ഇപ്പോഴേ തുടങ്ങി. അത് പതിവ് കഴിക്കാത്തതിൻ്റെതാ. പറയുന്നത് ശ്രദ്ധിക്ക് വിക്രം. നാളെ നിങ്ങൾ ഈ നാട്ടിൻപുറത്ത് ആകെ ഒന്ന് കറങ്ങണം. ഔസേപ്പച്ചന്റെ ബിസിനസിനെ കുറിച്ചും മറ്റും എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണം. കഴിയുമെങ്കിൽ അയാൾക്ക് ഏതൊക്കെ ബാങ്കിലാണ് അക്കൗണ്ട് ഉള്ളത്, ആരൊക്കെയാണ് അയാളുടെ അടുത്ത സുഹൃത്തുക്കള് എന്നൊക്കെ. ഞാൻ അത് രാവിലെ ഈ കേസ് ആദ്യം അന്വേഷണം നടത്തിയിരുന്ന DYSP മിസ്റ്റർ വർമ്മയെ കാണാൻ പോകും. ഹാരി ഇവിടുത്തെ ടെലിഫോൺ എക്സ്ചേഞ്ചിൽ പോണം. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഞാൻ സേതുരാമൻ, CBI എന്നാണ്. ഇരിക്കൂ. താങ്ക്സ്. ഇവിടെ എത്തിയ വിവരം പറഞ്ഞു. കേസ് അന്വേഷണം ആരംഭിക്കുന്നതിന് മുമ്പ് സാറിനെ ഒന്ന് കണ്ടേക്കാമെന്ന് കരുതി. മാത്രമല്ല 1-2 ഡൗട്ട്സും ഒക്കെ ഉണ്ട്. പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറുടെ മൊഴിയിൽ എന്തോ കോൺട്രഡിക്ഷൻസ് ഉള്ളതായിട്ട് ആ കോൺസ്റ്റബിൾ ചാക്കോ പറഞ്ഞു. സാർ ആ ഡോക്ടർ വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്തിരുന്നോ? അതിനു മുൻപ് അവരെന്നെ തട്ടിയില്ലേ? സാറിന് ആരെങ്കിലും സംശയമുണ്ടോ? സംശയിക്കണമെങ്കിൽ ആരെ വേണമെങ്കിലും സംശയിക്കാം. എല്ലാവരുടെ മൊഴികളിലും ഉണ്ടായിരുന്നു ലൂപ്പ് ഹോൾസ്. ഞാൻ എന്റെ ഫസ്റ്റ് റൗണ്ട് ഇൻവെസ്റ്റിഗേഷൻ തന്നെ കംപ്ലീറ്റ് ചെയ്തിരുന്നില്ല. അതിനു മുമ്പ് തന്നെ അവർക്ക് എന്റെ അന്വേഷണത്തിൽ പന്തികേട് തോന്നിക്കാണും. ഒരു സുപ്രഭാതത്തിലൊരു ഓർഡർ, എനിക്ക് റൂറലിലേക്ക് ട്രാൻസ്ഫർ. ഹോം ഡിപ്പാർട്ട്മെന്റ് അല്ലേ, പലതും നടക്കും. ആര് ചോദിക്കാനാ? മിസ്റ്റർ സൈദു, ഐ വിൽ ഡു വൺ തിങ്. എന്റെ അന്വേഷണത്തിന്റെ നിഗമനങ്ങൾ ഞാൻ എന്റെ പേഴ്സണൽ ഡയറിയിൽ കുറിച്ചിട്ടുണ്ട്. അത് ഓഫീസിലാണ്. ഞാനത് ഇവിടെ എത്തിക്കാം. വലിയ പ്രയോജനമൊന്നും ഉണ്ടാവും തോന്നുന്നില്ല. ഇറ്റ് വിൽ ബി വർത്ത് എ റെഫറൻസ്. ശരി സർ, ഞാൻ ഗസ്റ്റ് ഹൗസിൽ താമസം. പറയട്ടെ. ഭാര്യ ഇല്ലാത്തതുകൊണ്ടാ നിങ്ങൾ ആദ്യമായി വന്നിട്ട് ഒരു കപ്പ് കാപ്പി പോലും തരാഞ്ഞത്. ഇറ്റ്സ് ഓൾ റൈറ്റ്. മിസ്റ്റർ സേതു, എനിക്ക് കഴിയാത്തത് നിങ്ങൾക്ക് കഴിയട്ടെ. ഐ വിഷ് യു ഓൾ സക്സസ്. താങ്ക് യു സർ.